മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ പരിശോധനകൾക്കായി ജലവിഭവ വകുപ്പിനുള്ള പുതിയ ബോട്ട് തേക്കടിയിൽ എത്തി. 10 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന സ്പീഡ് ബോട്ടാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ബോട്ട് വെള്ളിയാഴ്ച മന്ത്രി റോഷി അഗസ്റ്റിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിരീക്ഷണത്തിനും പരിശോധനകൾക്കുമായി മുൻപൊരു സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നു. ഈ ബോട്ട് തകരാറിലായതോടെ 15 വർഷം മുൻപ് ബോട്ട് കരയ്ക്കടുപ്പിച്ചു. പിന്നീട് മറ്റ് വകുപ്പുകളുടെ ബോട്ടിലും ജീപ്പിലുമാണ് ഉദ്യോഗസ്ഥർ അണക്കെട്ടിലെത്തിയിരുന്നത്. ഇതുമൂലം പലപ്പോഴും പരിശോധന മുടങ്ങിയിരുന്നു. 2021 മുന്നറിയിപ്പില്ലാതെ പലതവണ തമിഴ്നാട് മുല്ലപ്പെരിയാറിലും വെള്ളം തുറന്നുവിട്ടു. ഈ സമയത്ത് വള്ളക്കടവിലെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിൻ പരിശോധനയ്ക്ക് ജലവകുപ്പിന് പുതിയ ബോട്ട് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചു. 3.5 വർഷത്തിന് ശേഷം പുതിയ ബോട്ട് തേക്കടിയിലെത്തി. പരിശോധനകൾ യഥാസമയങ്ങളിൽ നടന്നുവെന്ന് ബോധ്യപ്പെടാനും അത് മുടക്കമില്ലാതെ റിപ്പോർട്ടുകളാക്കി നേടിയെടുക്കാനും തമിഴ്നാടുമായിട്ടും ഇത്തരം കാര്യങ്ങൾ കൃത്യതയോടെ സംസാരിക്കാനൊക്കെ നമുക്ക് ഇവിടെ അവസരം ലഭിക്കുകയാണ്. ഇക്കാര്യങ്ങളിൽ വളരെയേറെ സന്തോഷമുണ്ട്. മുല്ലപ്പെരിയാറിൽ ഏറെക്കാലമായി നമ്മൾ ആഗ്രഹിച്ചിരുന്നൊരു വിഷയത്തിന്റെ സഫലീകരണമാണ്. ഇതിനോട് സഹകരിച്ച എല്ലാവരോടും പ്രത്യേകമായി ഞാൻ നന്ദി രേഖപ്പെടുത്താൻ കൂടി അവസരം വിനിയോഗിക്കുന്നു. നമ്മുടെ വരുംകാലങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഒരു സുരക്ഷാ കവചം തീർക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു പുതിയ ഡാം എന്നുള്ള കേരളത്തിന്റെ ആവശ്യകത നിറവേറ്റുന്നതിലേക്ക് വേണ്ടിയുള്ള പരിശ്രമം കോടതിക്ക് അകത്തും അതുപോലെ തന്നെ കോടതിക്ക് വെളിയിലും ഏറെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നടത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് മുന്നേറുന്നത്. അരമണിക്കൂർ കൊണ്ട് ഈ ബോട്ടിൽ തേക്കടിയിൽ നിന്നും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെത്താൻ കഴിയും. ഉദ്യോഗസ്ഥരുടെ സൗകര്യം പരിഗണിച്ചാണ് ഇപ്പോൾ പുതിയ ബോട്ട് എത്തിച്ചത്. മുമ്പുണ്ടായിരുന്ന ബോട്ടിന്റെ ഗതി വരാതിരിക്കാനുള്ള കർശന നിർദ്ദേശങ്ങളും ഉദ്യോഗസ്ഥർക്ക് ഇതിനോടകം മന്ത്രി റോഷി അഗസ്റ്റിൻ നൽകി. ഇതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടെ സുരക്ഷാ ജോലിക്കായി പോലീസ് അനുവദിച്ച പുതിയ സ്പീഡ് ബോട്ട് 2 മാസമായി കട്ടപ്പുറത്താണ്. ബോട്ടിന്റെ വിലയായി 39 ലക്ഷം രൂപ ബോട്ട് നിർമ്മിച്ച കമ്പനിക്ക് നൽകിയിട്ടില്ല. ഇതോടെ ബോട്ട് സർവീസ് ചെയ്യാനാകില്ലെന്ന കമ്പനി നിലപാടെടുത്തോടെയാണ് ബോട്ട് കരക്കയറ്റേണ്ടി വന്നത്. ഇടുക്കി വിഷൻ, കുമളി.